ഇനി ഇതേപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ല. എന്നാലും നിന്റെ വയസ്സും ശവത്തി കുത്താതടി. കഴിഞ്ഞത് കഴിഞ്ഞു. അയ്യേ എന്റെ ബ്രഷ്. എടി കുറച്ച് എഴുതി മോളെ, കുറച്ചും കൂടെ ഉള്ളു. എടി ഒന്ന് പെയ്യെ നടക്കടി. ആ കണ്ണ് അതിൽ നിന്ന് മാറ്റേ. എവിടെയെങ്കിലും തട്ടി വീണ നീ ഒന്ന് കഴിച്ചേ. നിനക്കല്ല, എന്റെ കൊച്ചിനാ. മര്യാദക്ക് നോണം ഒന്ന് കഴിച്ചേ നീ ഒന്ന്. ഓ ഇപ്പഴേ കൊച്ചിന്റെ അടുത്താ സ്നേഹം, കുറച്ചുകൂടെ കഴിയുമ്പോ നമ്മളൊക്കെ മൈൻഡ് ചെയ്യോ ഒന്ന്. അല്ലേലും നിന്റെയൊക്കെ കൂടെ ഇരിക്കുമ്പോ സ്നേഹത്തിന്റെ വില അറിയത്തില്ല. ഞാൻ വല്ല ഗൾഫിലായിരുന്നെങ്കിലോ അപ്പോഴത്തേക്കും കിടന്ന് വിളിക്കും, ഒന്ന് കാണാൻ തോന്നും, മിസ് ചെയ്യുന്നു. കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒരു ഭാഗ്യ അടുത്ത് നിൽക്കുന്ന തന്നെ. മണ്ടനാണെങ്കിലും പറഞ്ഞേക്ക ശരിയാ, പക്ഷെ അടുത്തില്ലായിരുന്നെങ്കിൽ. അടുത്തില്ലെങ്കിൽ എന്തോന്നുമില്ല. എന്തോ ഇല്ലെന്ന് ഒന്ന് പോയി. എടി 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 പെയ്യപ്പോ. എന്തായാലും കുറേ നാൾ കാത്തിരുന്നെങ്കിലും അവർക്ക് എന്തായാലും വിശേഷമായി. നിങ്ങളുടെ അടുത്ത് ഞാൻ പണ്ടേ പറഞ്ഞതാ, കേൾക്കത്തില്ലല്ലേ. എല്ലാവരും കള്ളങ്ങൾ പറയും, ഞാനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോഴെങ്ങും കൊച്ചുങ്ങൾ വേണ്ട. ശരിയാ, നമ്മൾ ലൈഫൊക്കെ എൻജോയ് ചെയ്തിട്ട് മതി. വലിയ കള്ളം എന്നല്ല, ചെറിയ കള്ളങ്ങൾ അങ്ങനെ പറയുന്നത് വലിയ തെറ്റൊന്നുമില്ല. കാരണം ചില കള്ളങ്ങൾ പല നല്ല കാര്യങ്ങൾക്കും തുടക്കം. അതാണ് പറഞ്ഞത് ശരിയാ. അന്ന് ഇവളെയും കളഞ്ഞായിരുന്നെങ്കിൽ. പോരട്ടെ, കളഞ്ഞായിരുന്നെങ്കിൽ പറയാ. അണ്ണൻ പറഞ്ഞ ശരിയാ. നമ്മൾ കുറെ ആഗ്രഹിക്കുന്നത് കിട്ടാത്തയാ നല്ലത്. അതെന്താണെന്നറിയാവോ? ചിലപ്പോ ഇതേപോലെ പ്രതീക്ഷിക്കാത്ത ആൾക്കാര് നമ്മുടെ ജീവിതത്തിലോട്ട് വരും. അപ്പൊ ജീവിതം ഒന്ന് കളറാവും. നീയേ കൊറേ അങ്ങ് സൂചിപ്പിക്കല്ലേ. ഐശ്വര്യ പോന്നേ. എല്ലാം ഒരു പുതുമൂടിയുടെ അല്ല, അവളെ തുണി ഇനി വിരിച്ചിടാൻ കിടക്കുന്നുണ്ട്. തലല്ലേ അന്നാ റൂം മാറിയില്ലായിരുന്നെങ്കിലേ നിന്റെ തലയിലാവത്തില്ലായിരുന്നു. പുളിച്ചു അങ്ങനെ ഞാൻ